നല്ല ഇൻഷുറൻസ് നോക്കിയെടുക്കണമെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണവ? കൂളിംഗ് ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഫ്രീ ലോക്ക് പീരീഡ്. നിങ്ങളുടെ പോളിസി ഡോക്യുമെന്റ് കിട്ടിയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പോളിസി ക്യാൻസൽ ആക്കാവുന്നതാണ്. ഇതിനെയാണ് കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്. കൂളിംഗ് ഓഫ് പീരീഡിന്റെ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചില ഇൻഷുറൻസ് 15 ദിവസം 30 ദിവസം ഒക്കെ ആയിരിക്കും. പോളിസി ഡോക്യുമെന്റ് നോക്കുക. സെക്കൻഡ് വൺ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ഈ വെയിറ്റിംഗ് പീരീഡിൽ ചില അസുഖങ്ങൾ കവർ ആവത്തില്ല. ഡേ 1 മുതൽ ആക്സിഡന്റൽ കവർ മിക്ക ഇൻഷുറൻസിനും കവർ ആവും. പക്ഷേ പ്രീ എസിസ്റ്റിംഗ് ഡിസീസിന് 2 to 4 ഇയേഴ്സും സ്പെസിഫിക് ഡിസീസ് ലൈക്ക് ഹെറണിയ പോലുള്ള അസുഖങ്ങൾക്ക് 1 to 2 ഇയേഴ്സും ഒക്കെയാണ്. ഇവിടെയും വെയിറ്റിംഗ് പീരീഡ് കമ്പനികൾ അനുസരിച്ചും പ്ലാനുകൾ അനുസരിച്ചും മാറിക്കൊണ്ടേ ഇരിക്കും. അത് പോളിസി ഡോക്യുമെന്റിൽ വ്യക്തമായി തന്നെ നോക്കുക. കോ പേയ്മെന്റ് ക്ലോസ്. കോ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്പിറ്റൽ ബില്ലിന്റെ ഒരു പാർട്ട് നിങ്ങൾ അടയ്ക്കണം. ഇതിനെയാണ് കോ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 20 ലക്ഷത്തിന്റെ 20% കോ പേ ആണെങ്കിൽ 20% നിങ്ങൾ അടയ്ക്കുകയും ബാക്കി 80% ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുകയും ചെയ്യും. കോ പേ പേയ്മെന്റ് പെർസെന്റേജും ഇൻഷുറൻസ് കമ്പനികൾ അനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നിലവിൽ അസുഖമുണ്ടെങ്കിൽ അതിന് 2 years to 4 years ആണ് മിക്കവാറും ഇൻഷുറൻസ് കമ്പനികൾ പറയുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ്. ഇതിനെ PED എന്നാണ് പറയുന്നത്, പ്രീ എസിസ്റ്റിംഗ് ഡിസീസസ്. ഇറ്റ്സ് മീ മിഥുൻ. ബൈ.